So language paper. So ഇപ്പോൾ ഞാൻ കിടക്കുന്നു. ഞാൻ എഴുന്നേൽക്കും രാവിലെ. ഞാൻ ഭയങ്കര രാവിലെ around 8:30 ആ സമയത്ത്, ബിക്കോസ് എക്സാം 2 to 5 ആ ഒരു ഇതാണ്. ഐ ഡോ നോട്ട് ലൈക്ക് ദ ടൈമിംഗ്, നോ വൺ ഡസ്. സോ ആ ടൈമിൽ എൻ്റെ ബ്രെയിൻ ഫങ്ഷൻ ആവണമെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് ആ ടൈം ആകുമ്പോൾ ഉറങ്ങാൻ പറ്റും. ബിക്കോസ് ദാറ്റ്സ് വെൻ ഐ യൂഷ്വലി ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുന്നത്. സോ എഴുന്നേൽക്കണം. പ്ലാൻഡ് ഔട്ട് സ്റ്റഫ് അതൊക്കെ ഹോപ്പ്ഫുള്ളി ചെയ്യാൻ പറ്റണം, ചെയ്യണം. ഇംഗ്ലീഷ് കമ്പൽസറി പേപ്പറാണ്. സോ ഗുഡ് നൈറ്റ് ഗൈസ്. റീല് സോ ഇപ്പോൾ 3 മണിയല്ല, 2:30 കഴിഞ്ഞു. 2:36 ടു ബി വെരി പ്രിസൈസ്. സോ ഞാൻ കിടക്കാൻ പോകണം. ഈ രാവിലെ ഒരു 9:30 ആ ഒരു റേഞ്ച് ആകുമ്പോൾ എഴുന്നേൽക്കണം. എന്നിട്ട് ബുക്ക് റിവ്യൂ ഒന്നുകൂടെ നോക്കണം, പാസേജ് നോക്കണം, എസ്സേസ് ഒക്കെ ചുമ്മാ നോക്കണം. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റിവൈസ് ചെയ്യണം. അപ്പോൾ ഞാനെല്ലാം ചെയ്ത് തീർത്തു, വായിച്ചു എടുത്തു. 12 സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യണം. 12:30 ഒക്കെ ആകുമ്പോൾ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. 12 ആവാൻ പോകുന്നു. അപ്പോൾ ഇനി ഓട്ടോ പിടിക്കണം. പോണം. എന്തോ എടുക്കുന്നു. അഞ്ജലി ടർബുലൻസിന് പകരം എഴുതി ദ എയറോപ്ലെയിൻ എന്തോ ചെയ്തു ടു ഓവർകം ഷിമറിംഗ് ക്ലൗഡ്സ് ഇൻ ദ സ്കൈ. അതെ അതെ അതെ. സോ ഞാനിപ്പോൾ ആൻസേഴ്സൊക്കെ ചാറ്റ് ജിപിടി വെച്ച് ഇത് നോക്കി. എനിക്കറിയാം 6 മാർക്ക് എന്നാലും ഒബ്വിയസ്ലി പോയിട്ടുണ്ട്. മൈ ഗോഡ്, ഒരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് അറിയാം, ഐ വാസ് ഓൾമോസ്റ്റ് ഷുവർ ഇതാണെന്ന്. ബട്ട് ഞാനിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ഞാൻ ആൻസർ വെട്ടി വേറെ എഴുതി. സോ എല്ലാം കൂടി 6.5 മാർക്സ് പോയി. എനിക്കറിയാമെന്നില്ല. ഇനി നമുക്ക് മറ്റേ എസ്സേ, ഡയറക്റ്റഡ് റൈറ്റിംഗ്, പ്രപ്പോസൽ റൈറ്റിംഗ്, കോംപ്രിഹെൻഷൻ്റെ ആൻസേഴ്സ് പ്രസ് ചെയ്യുക. അതിനൊക്കെ എത്ര മാർക്ക് പോകുന്നതിന് അറിഞ്ഞൂടാ. സോ 100ൽ ലെറ്റ്സ് ഹോപ്പ് ഒരു 85 എങ്കിലും അബവ്. ഇംഗ്ലീഷിൻ്റെ സോ ഐ തിങ്ക് ലിറ്ററേച്ചറിന് നന്നായിട്ട് പിടിക്കണം. ഞാനിപ്പോൾ ഉറക്കം എഴുന്നേറ്റു. ഇംഗ്ലീഷ് ടു യെസ്. ഇന്നലായിരുന്നു ഇംഗ്ലീഷ് എക്സാമിൻ്റെ it was not bad exam, it was good, but I had time management issues. പോയതിൻ്റെ whole question I only had half an hour. I got busy in between exams. I got my periods examiൻ്റെ ഇടയ്ക്ക്. So I think that was the reason. ഇന്നലെ വന്നതിന് ശേഷം I couldn't physically bring myself to study, so I just slept the whole day. And ഇപ്പം 12 ആയി ഉച്ചയ്ക്ക്. So I haven't started studying yet. So my next exam, it is economics. ഒരു 4 chapter I want to clarify it. I know the contents, but I don't know if I know the chapter അങ്ങനെ. So ഇന്ന് അതൊക്കെ തീർക്കണം. Today is 18, that is
Tuesday, exams on Friday. So yeah. So എനിക്ക് ക്രാംസ് ആൻഡ് സ്റ്റഫ് കാരണം ഐ കാൺ ടേക്ക്, എനിക്ക് നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. സോ ആണോ, എനിക്ക് ഇതിലായിട്ടും ഞാൻ 2 ചാപ്റ്ററാണ് തീർത്തത്. ആൻഡ് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പകുതി പോലും ആയി. അത് വായിച്ചു തീർത്തു. സോ ഐ തിങ്ക് ആദ്യത്തെ ചാപ്റ്റർ ഇട്ട് നമുക്ക് റിവിഷൻ തുടങ്ങാം. എന്താ ഇന്നലെ കൊണ്ട് ഞാൻ മൈക്രോ എക്കണോമിക്സ് തീർക്കണമെന്നൊക്കെ വിചാരിച്ചാണ്, ബട്ട് ഒന്നും നടന്നില്ല. സോ ഇന്ന് മൈക്രോ എക്കണോമിക്സ് 3 ചാപ്റ്റർ കൂടെ ഉണ്ട്. ഞാൻ ഇനിയും കുറേ ഉണ്ട് വായിക്കാൻ. യെസ്, നമുക്ക് പോയി പഠിക്കാം. Y1 is re-established again. 3 മണിയാവുന്നു. സോ ഐ തിങ്ക് ഐ ജസ്റ്റ് സ്ലീപ്പ് ഇപ്പോൾ. ഇനി രാവിലെ 7:37 ആ ഒരു ടൈം ആകുമ്പോൾ എഴുന്നേക്കണം. ആൻഡ് ഐ ജസ്റ്റ് റിവൈസ്. ഇനി എനിക്ക് നാഷണൽ ഇൻകം നോക്കാനുണ്ട്. പിന്നെ ലോസ് ഓഫ് റിട്ടേൺ, കോസ്റ്റ് റവന്യൂ, അത് ഞാൻ വായിച്ചു. ബട്ട് എനിക്കത് തലയിൽ കയറുന്നില്ല. എനിക്ക് കുറേ ലൈക്ക് ഡയഗ്രാം ബേസ് അല്ലാത്ത സാധനങ്ങളൊക്കെ എനിക്ക് വായിച്ചിട്ട് തലയിൽ കയറുന്നില്ല. ലൈക്ക് ഡയഗ്രാം ആണെങ്കിൽ ഡയഗ്രാം നോക്കിയാൽ മതി. എനിക്ക് കുറേ വായിക്കാനുള്ള ശേഷിയില്ല. സോ പേപ്പർ ഇറങ്ങുക സെക്കൻഡ് MCQ കണ്ടപ്പോൾ I was like wow. ലൈക്ക് ഞങ്ങൾ ടീച്ചറുടെ അടുത്ത് പോയി പറഞ്ഞു. ടീച്ചറാണെങ്കിൽ ടീച്ചറിൻ്റെ വേറെ സ്കൂളിലെ കണക്ഷൻ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു. ആൻഡ് they were like so now I know I am not dumb. It's the paper. ഞാൻ MCQ ലാസ്റ്റ് ആണ് ചെയ്തത്. സോ നോക്കുമ്പം സമയം പോണ 15 മിനിറ്റേ ഉള്ളൂ. ഒരു 16 MCQ എങ്കിലും ഉണ്ടാവും. ഞാൻ മറ്റിങ്ങനെ come on Angie, use your brain, come on. I didn't actually section C was not really Section C. like I actually like economics because it's scoring subject for me, but like usually models and pre-model papers are like way tougher than the actual board examination paper, and Iprav it was like bangara ulta, and even the competency paper was like way better. Actually specimen actually ഒന്നും ഇല്ല. Competency was like far better ഇതിനെക്കാളും. Very bad. I don't like. Anjika, she has psychology, so she can score adil. What about me? I'm a math student. So itrana naal I didn't take a video. I didn't wanted to take a video. I was like, I don't know, I just didn't feel like I was making a progress. So I was like putting it away. Angane I am beyond cooked at the moment. I don't know what I'm doing. I just want to have a decent mark. I don't have really good expectations. Like maths എപ്പോഴും ഞാൻ എൻ്റെ ബെസ്റ്റ് 3 വരുന്ന സബ്ജക്റ്റ് ആണെന്ന് ഞാൻ
I've always avoided it. Yeah, I mean, it's kind of a default for being cooked at the moment. I mean, it's entirely a default because like main thing is integration. I was scared to even start it, okay? So I always kept it aside. I always kept it aside because I was like, I was scared to even start it. So yeah, and I realized korre undu, and I'm like just going through it, yeah, and yeah, I'll just go sleep. I'll wake up at 6:36 our time aamba, and I'll continue, and I plan to watch definite integrals and കുറച്ച് യൂട്യൂബ് lectures because definite integrals looks like അത് എന്തായാലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സോ I don't want to leave the thing blank, so I should at least just write 2-3 steps and at least get a half 1 mark out of it. Yeah, that's in the plan. Oh my god. And what else? I was gonna say yeah, competency, maximum minimum. I need കുറച്ചുകൂടെ ബേസ് അതിന്. സോ അത് നോക്കണം. എല്ലാത്തിൻ്റെയും മെയിൻ ക്വസ്റ്റ്യൻസ് കോമ്പറ്റൻസി ഇത്ര നോക്കിയിട്ട് പോകണം. യെസ്. സോ ഇപ്പം ഞാൻ പോയി കിടക്കാം. को वापस fx मिल जाए तो ऐसे फंक्शन को हम लोग कहते हैं इवन फंक्शन. So maths and science, I don't know how I did. I probably did really bad, but at least it's over, so that's all that matters. അതുകൊണ്ട് fuck it, we ball. Yeah, അതുകൊണ്ട് നമുക്കിനി നടന്ന കാര്യത്തിനെ പറ്റി ടെൻഷൻ അടിക്കാതെ ഇനി ഉള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യാം. കൊമേഴ്സ് ആൻഡ് അക്കൗണ്ട്സ് നമ്മൾ പിടിക്കുന്നതായിരിക്കും. Yes. Yeah, so so there's like certain chapters, നമുക്ക് we know like 6 marks question വരും. So 6 marks ന് 5 question വരും. That is 30 marks, okay? So what do? We'll focus on that. അപ്പോൾ ഞാനിങ്ങനെ maximum minimum, theoretical probability distribution, matrix, ഇതിൽ നിന്ന് 6 markൻ്റെ question each വരും. അപ്പം I was like really planning on getting that, and I was like maximum minimum ഞാൻ 2.5-3 I think around 3 ദിവസം I spent on that, and അതിൽ നിന്ന് 1 മാർക്കിൻ്റെ MCQ മാത്രമാണ് വന്നത്, okay? And matrixൽ നിന്ന് it was like 2 മാർക്കിൻ്റെ question. I don't know, I hate this. At least it's over, so സോ നാളെ കൊമേഴ്സ് എക്സാമാണ്. ഇതിപ്പോൾ രാത്രി 10:30 ആയി. സോ ഞാൻ ഇന്നലെ കൊണ്ട് കൊമേഴ്സ് ഏറെക്കുറെയല്ല ആയി, ആൻഡ് റിവൈസ് ചെയ്യാൻ കുറേ ലൈക്ക് കുറേ ഇറ്റ്സ് ലൈക്ക് മെമ്മറൈസേഷൻ ബേസ്ഡ് സബ്ജക്റ്റ്, ആൻഡ് ഐ ആം സോ ബാഡ് അറ്റ് മെമ്മറൈസേഷൻ. എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല. ബട്ട് ലൈക്ക് ഇതിൽ നമുക്ക് ആൻസേഴ്സ് ഇങ്ങനെ തള്ളിവിടാൻ പറ്റും. സോ അതൊരു മെറ്റാണ്, ആൻഡ് ദിസ് ഇസ് തന്നെ വൺ ഓഫ് ഇനി എൻ്റെ വളരെയുള്ള ഒരു പിടിവള്ളി സബ്ജക്റ്റാണ്. ഇത് പറയാൻ വന്നു. അതും കൂടെ കഴിഞ്ഞാൽ ഇനി ഒരു എക്സാം കൂടെ കാണും. ദിസ് ഇസ് എൻ്റെ സെക്കൻഡ് ലാസ്റ്റ് എക്സാം. ആൻഡ് ഇത്രയും നാൾ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് റെക്കോർഡിംഗ് ഫോർ സം റീസൺ. ഐ വാസ് ലൈക്ക് ഐ ഡോണ്ട് നോ, ഞാൻ പഠിച്ചത് ഇന്നലെയാണ്, ഓക്കെ? ഐ മീൻ നേരെ കുത്തിയിരുന്നത് ഐ സ്റ്റഡിഡ് ഫോർ ലൈക്ക് 8.5 hours അങ്ങനെ എന്തോ. ആൻഡ് ലൈക്ക്
ആ സമയത്ത് പഠിച്ചപ്പോഴത്തേക്കായി ലൈക്ക് ക്യാമറ ഒന്നും വെക്കാൻ ഒരു ഐ മീൻ ഫോൺ ഓണാക്കി വെക്കാനൊക്കെ ഐ ഡോണ്ട് ഫൈൻഡ് ഒരു ആണോ സോ കൊമേഴ്സ് എക്സാം ഇന്നലെ പഠിച്ചിട്ട് ആഫ്റ്റർ മാത്ത് ആണോ എന്ന് പറഞ്ഞത്. ഇന്നലെ ഞാൻ കുറേ പഠിച്ചില്ലേ. അപ്പം ഇന്ന് ഐസ് ലൈക്ക് എനിക്ക് തലവേദന ക്ഷീണം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാത്രിയായി ആൻഡ് ഞാൻ കുറേ കിടന്ന് ഉറങ്ങി ഇന്ന്. അപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു തലവേദന പിന്നെ വിക്സൊക്കെ ഇട്ട് എനിക്കിനി എല്ലാം റിവൈസ് ചെയ്യണം. കമ്പറ്റൻസി ഫോക്കസ് നോക്കണം, പിന്നെ കിടന്നുറങ്ങണം. യെസ്. And yeah, commerce exam ആയിരുന്നു. So far this was the good exam, this was the best exam. And accounts ഇനിയുണ്ട്. That's like the last exam. അതോടെ കഴിഞ്ഞാൽ എനിക്കെല്ലാം തീരും. ഇനി റിസൾട്ടൊക്കെ കിട്ടും. വേണ്ട, അതിനെപ്പറ്റി നമ്മളിപ്പോൾ ചിന്തിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അക്കൗണ്ട്സിന് പഠിക്കണം. ആൻഡ് കൊമേഴ്സ് ലൈക്ക് എനിക്ക് ഈ കഴിഞ്ഞ എക്സാമിനൊന്നും നേരെ ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ആണ്. ഐ ഫീൽ ലൈക്ക് ഞാൻ എഴുതുന്നതിൽ ഭയങ്കര സ്ലോ ആണ്. ആൻഡ് ആണോ എനിക്ക് ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ആണോ അതോ എനിക്ക് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. ബട്ട് എന്തോ ഉണ്ട്. ആൻഡ് അത് ശരിയാക്കണം. ബിക്കോസ് അക്കൗണ്ട്സ് ഭയങ്കര ടൈം എടുക്കുന്ന പരിപാടിയാണ്. ആൻഡ് സോ ലാസ്റ്റ് എക്സാം ആണെന്ന്. അപ്പോൾ അക്കൗണ്ട്സ് ആണെന്ന്. ഐ ഹാവ് 0 ഐഡിയ. ഞാൻ എന്തൊക്കെയോ പഠിച്ചതൊക്കെ പഠിച്ചെന്ന് പറഞ്ഞുകൂടാ. ഇനി ഇതെല്ലാം കൂടെ ഒന്നിങ്ങനെ നോക്കണം. ദ തിങ് ഇസ് ടൈമില്ലായിരുന്നു എനിക്ക്. ആൻഡ് 4 ദിവസം ഉണ്ടായിരുന്നു. അതിൽ 2 ദിവസം ഞാൻ എന്തോ ചെയ്ത് കളഞ്ഞ്. ബാക്കി 2 ദിവസം ഇരുന്ന് പഠിച്ചു. ഇന്നലെ ഞാൻ കുറേ ഇരുന്ന് പഠിച്ചു. ഇന്ന് രാവിലെ ഞാൻ എന്തൊക്കെയോ ഇരുന്ന് പഠിച്ചു. എനിക്ക് അറിഞ്ഞൂടാ. ഇനി എല്ലാം സോ യെസ് പോയിട്ടല്ല. നമ്മൾ കൊടുക്കാനുള്ളത് അക്കൗണ്ട്സ് എക്സാമിൻ്റെ റിവ്യൂ പറ. പേപ്പർ എളുപ്പമായിരുന്നു. ഞാനാണ് കുഴപ്പം ഇവിടെ. എക്സാക്ട്ലി, ഞാനാണ് കുഴപ്പമില്ല. ഹായ് സോഫിയ. ഹായ് അനക. നമുക്ക് എക്സാം തീർന്നു, ഇവർക്ക് തീർന്നില്ല. നിങ്ങൾക്ക് 2-ാം തീയതി വരും ബ്രോ. ഏപ്രിൽ 2 വരെ. അടുത്ത മാസം വരെ എക്സാം. എത്ര മാസം നാണുണ്ട്. എക്സാം തീർന്നു ഗൈസ്. ബട്ട് I should not be here. അയ്യേ എക്സാം തീർന്നില്ല ലൂസർ. ഏപ്രിൽ എത്ര? അയ്യേ എന്ത് ലൂസറാണ് ബ്രോ. എന്നെ വിളിക്കാം, ചായ കുടിക്കാം. അങ്കിളിനെ പറ്റിച്ചു പോയാലും കീ വഴി ശബ്ദം എന്നെ കുറച്ച് അതേപോലെ വരും. ഓ മൈ ഗോഡ് അച്ഛൻ വന്നായിരുന്നു. ഓ മൈ ഗോഡ് ഐ ആം സ്റ്റിൽ റെക്കോർഡിംഗ്. ലക്കി. So
വേർഡ്സൊക്കെ തീർന്നു. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി വിയർഡ് ലൈക്ക് ഇനിയൊരു എക്സാം ഇല്ല എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് യുനോ ഇത്രയും ഒരു മാസം ലൈക്ക് എപ്പോഴും ആ ഒരു ഇതുണ്ടായിരുന്നു ലൈക്ക് ഇനിയൊരു എക്സാം ഉണ്ട് അതിനെ പഠിക്കണം, എക്സാം ഉണ്ട് അതിനെ പഠിക്കണം. സോ ഇപ്പോൾ ആ ഒരു തോട്ട് ലൈക്ക് ഇനിയൊരു എക്സാം ഇല്ല സോ പഠിക്കണ്ട, ദാറ്റ് ഫീൽസ് വിയർഡ്. സോ യാ ലൈക്ക് ഇറ്റ് വാസ് ഒരു കോൺസ്റ്റൻ്റ് ഒരു അതെ. Accounts actually paper was so much better than I anticipated it would be, and I was like okay, like shares and question was actually easy. I don't know, ഞാൻ ക്വസ്റ്റ്യൻ ഒക്കെ ഈസി ആയിരുന്നു, എന്ത് ചെയ്തതെന്ന് എനിക്കറിയില്ല. ആൻഡ് ഐ ഡോണ്ട് വോണ്ട് എനിക്ക് അതൊക്കെ അറിയാനുള്ള ശേഷിയില്ല. ഞാൻ തന്നെ ഇതൊക്കെ പറയും, പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ തന്നെ ആൻസർ ഗീവ് ചെയ്തോ. ഇന്ന് വന്നിടന്ന് എനിക്ക് നല്ല റെസ്റ്റ് എടുക്കാൻ പറ്റില്ല ബിക്കോസ് ഞങ്ങൾ നാളെ വി ആർ ഗോയിങ് ടൂർ ലൈക്ക് ട്രാവൽ മീറ്റിംഗ് ആൻഡ് ഫാമിലി ആയിട്ട്. സോ അങ്ങനെ അപ്പോൾ ഇന്ന് വന്നിടന്ന് ഞാനിങ്ങനെ കുറേ നേരം ലൈക്ക് ഇൻസ്റ്റഗ്രാം ഞാൻ കുറേ നാളെൻ്റെ മെയിൻ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടായിരുന്നു. അപ്പം അതൊക്കെ എടുത്ത് എൻ്റെ ഫുൾ സ്പേസ് ഇല്ല ആൻഡ് ഐ വോണ്ടഡ് ടു ഇമ്പോർട്ട് എൻ്റെ എല്ലാം ലാപ്ടോപ്പിലോട്ട്. അങ്ങനെയൊക്കെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. ഇനി CUT അപ്ലൈ ചെയ്തു, അതൊക്കെ എഴുതണം. ഇനി കോളേജ് ആപ്ലിക്കേഷൻസൊക്കെ കൊടുക്കണം. പിന്നെ അതൊക്കെ തന്നെയാണ്. Actually, board exam was an experience. I would never go through it again. I wouldn't want to go through it again. It was like, actually, വർഷം ഫുള്ള് ഞാൻ കളിച്ച് നടന്നു. I don't have tuition. എല്ലാം ഞാൻ തന്നെ അത് കഴിഞ്ഞ് കിട്ടി, അത്രേ ഉള്ളൂ. That's like, I don't know how I did. At least it's over. അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. And I'm so glad it's over. Like കുറേ പേർക്ക് ഇപ്പോഴുണ്ട് എക്സാം. ലൈക്ക് ഇന്ന് മാർച്ച് 17th ആണ്. ആൻജിക്കൊക്കെ April 3rd, ആൻജി ഗുർ അവർക്കൊക്കെ April 3rd വരെ ഉണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ലൈക്ക് സോ ബ്രോ. So and then the board exam survival documentary. This video marks the end. So yeah. 100 × 4 481